ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയിലെ പ്രിയതാരം സഞ്ജു സാംസന്റെ മിന്നുന്ന പ്രകടനം കേരളക്കരെ ആകെ ആഘോഷമാക്കുകയാണ്. സെഞ്ചുറിക്ക് മുമ്പുള്ള സഞ്ജു സാംസന്റെ വിജയമന്ത്രം വെളിപ്പെടുത്തി കോച്ച് ബിജുമോൻ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിന് മുന്നോടിയായി മലയാളിയുടെ പ്രിയതാരം സഞ്ജു സാംസൺ തിരുവനന്തപുരത്ത് കഠിനമായ നെറ്റ് പ്രാക്ടീസിംഗ് നടത്തിയിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓരോ തവണ നെറ്റിൽ ഷോട്ടുകൾ പായിക്കുമ്പോഴും അവൻ ഒരു വിജയമന്ത്രം ഉരുവിട്ടു. സഞ്ജു ഒരു മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സ് കളിക്ക് സ്വയം പ്രചോദിപ്പിക്കാനായിരുന്നു അവൻ്റെ ശ്രമം. ഏകദിന ലോകകപ്പിൽ കളിക്കാൻ ടീമിൽ ഇടം ലഭിക്കാത്തതിൽ സഞ്ജു ഏറെ ദുഃഖിതനായിരുന്നു. ഈ തഴയലിന് ശേഷം അതെങ്ങനെയാണ് ഇനിയും മുന്നോട്ടു പോകാനാണ് എൻ്റെ തീരുമാനം എന്നാണ് സഞ്ജു സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. വലിയ തിരിച്ചടികൾക്കൊടുവിൽ സഞ്ജു വി സാംസൺ സ്വയം വിമർശനാത്മകമായി തെറ്റുകൾ തിരിച്ചറിയുകയായിരുന്നു. തനിക്ക് ഇതുവരെയും ഇന്ത്യൻ ടീമിനായി വലിയ സ്കോറുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന യാഥാർത്ഥ്യം ആദ്യം സ്വയം അംഗീകരിക്കുകയാണ് അവൻ ചെയ്തത്. പിന്നാലെയാണ് സ്വന്തം രീതികളെ പരിഷ്കരിക്കാൻ സഞ്ജു പേഴ്സണൽ കോച്ച് എൻ ബിജുമോന്റെ സഹായം തേടിയത്. തനിക്കൊപ്പം വന്ന ശേഷം ലോകകപ്പ് ടീമിലിടം ലഭിച്ചെന്ന നഷ്ടബോധം സഞ്ജു അതിവേഗത്തിൽ മറികടന്നുവെന്ന് കോച്ച് ബിജുമോൻ പറയുന്നു. ക്രിക്കറ്റർ എന്ന നിലയിൽ തൻ്റെ നിയന്ത്രണങ്ങളില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അവൻ വിഷമിച്ചിരുന്നില്ല. താൻ കടന്നുപോകുന്ന പ്രക്രിയയിൽ മാത്രമേ അവൻ വിശ്വസിച്ചിരുന്നുള്ളൂ എന്നും കോച്ച് പറയുന്നുണ്ട്. പിന്നീട് നെറ്റിലും അല്ലാതെയൊക്കെയുമുള്ള സഞ്ജു സാംസൺ നടത്തിയ കഠിന പരിശീലനങ്ങളും മാനസിക കരുത്ത് നേടാനുള്ള ശ്രമങ്ങളുമാണ് അവന് അനിവാര്യമായ ഘട്ടത്തിൽ കന്നി ഏകദിന സെഞ്ചുറി സമ്മാനിച്ചിരിക്കുന്നത്. രണ്ടാം ഏകദിനത്തിൽ 12 റൺസിന് പുറത്തായി ടീം തോൽക്കുന്ന സ്ഥിതി വന്നപ്പോൾ സഞ്ജുവിൻ്റെ കരിയറിന് മുകളിലും വലിയ ചോദ്യശരങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ കാത്തിരിപ്പിനൊടുവിൽ പരമ്പരയിലെ ജയം നിർണ്ണയിക്കുന്ന മൂന്നാം ഏകദിനത്തിൽ 114 പന്തുകളിൽ നിന്ന് 108 റൺസുമായി സഞ്ജു തീപാറിച്ചു. മത്സരം ജയിച്ചതിനൊപ്പം ഇന്ത്യ പരമ്പര നേടുകയും ചെയ്തു. ഒപ്പം സഞ്ജു ആഗ്രഹിച്ചതുപോലെ തന്നെ അവൻ കളിയിലെ കേമനുമായി മാറുവാനും സാധിച്ചു. തിരുവനന്തപുരത്തെ പ്രീ സീസൺ തയ്യാറെടുപ്പുകൾക്ക് ശേഷം സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷന്റെ ആലപ്പുഴയിലെ ഹൈ പെർഫോമൻസ് സെന്ററിൽ കേരള ടീമിന് ക്യാമ്പ് ഉള്ളതിനാൽ ബിജുമോൻ സഞ്ജുവിനൊപ്പം ഉണ്ടായിരുന്നു. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി സമയത്ത് മുംബൈയിലേക്കും വിജയ് ഹസാരെ ട്രോഫി സമയത്ത് ബംഗളൂരുവിലേക്കും സഞ്ജുവിനോടൊപ്പം ബിജുമോനും യാത്ര ചെയ്തിരുന്നു. ഞങ്ങൾ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിനായി ബംഗളൂരുവിൽ പ്രത്യേകം തയ്യാറെടുപ്പ് നടത്തുകയായിരുന്നു. നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ ഞങ്ങൾക്ക് ഒരു നല്ല വിക്കറ്റ് ലഭിച്ചു. അവിടെ ഞങ്ങൾക്ക് ദക്ഷിണാഫ്രിക്കൻ സാഹചര്യങ്ങൾക്ക് സമാനമായി മികച്ച രീതിയിൽ പരിശീലനം നടത്താനായി. ദക്ഷിണാഫ്രിക്കൻ പിച്ചുകൾ വെല്ലുവിളിയാകുമെന്ന് സഞ്ജുവിന് നേരത്തെ അറിയാമായിരുന്നു. നല്ല ബൗൺസും സീം മൂവ്മെൻറ്റും ലഭിക്കുന്ന ഇത്തരം പിച്ചുകൾ ഇന്ത്യയിലെ പതിവ് പിച്ചുകളിൽ നിന്ന് വളരെ വ്യത്യാസമുള്ളതാണ്. ആ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന് അവൻ്റെ കയ്യിലെ ചില വശങ്ങൾ മികച്ചതാക്കാൻ യോജിച്ച ശ്രമം ആവശ്യമായിരുന്നു. കൂടാതെ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ദൈർഘ്യമേറിയ ഇന്നിംഗ്സുകൾ കളിക്കാനുള്ള മാനസിക നിലയിലേക്ക് അദ്ദേഹം പരുവപ്പെട്ടുവെന്നും ബിജുമോൻ പറയുന്നുണ്ട്. വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളത്തിന് നേരത്തെ വിക്കറ്റുകൾ നഷ്ടമായതിനു ശേഷം തന്ത്രപരമായ ചേസിംഗിൽ റെയിൽവേസിനെതിരെ ക്ഷമയോടെ സഞ്ജു കളിച്ചു. സഞ്ജു 139 പന്തിൽ 128 റൺ നേടിയെങ്കിലും ടീമിനെ വിജയത്തിലെത്തിക്കാനായില്ല. തുടക്കം മുതൽ അതിവേഗം റണ്ണടിക്കുന്നതിന് പകരം ക്രീസിൽ കൂടുതൽ സമയം ചെലവഴിക്കാനും ഒരു ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാനും താൻ തയ്യാറാണെന്ന് അദ്ദേഹം തെളിയിക്കുകയായിരുന്നു ഇതിലൂടെ. നേരത്തെ ഏകദിനത്തിൽ ലോവർ മിഡിൽ ഓർഡറിൽ സഞ്ജുവിനെ ഉപയോഗിച്ചിരുന്നുവെങ്കിലും നിരവധി മുതിർന്ന താരങ്ങൾ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ നിന്ന് പിന്മാറിയതിനാൽ ഏത് പൊസിഷനിലും അദ്ദേഹം ബാറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നായിരുന്നു പുറത്തുവരുന്ന സൂചനകൾ. എല്ലാ സാഹചര്യങ്ങൾക്കും അദ്ദേഹം തയ്യാറായിരുന്നു താനും. ദക്ഷിണാഫ്രിക്കൻ പിച്ചുകളിൽ 3-ാം നമ്പറിൽ ബാറ്റ് ചെയ്യുന്നത് വെല്ലുവിളി നിറഞ്ഞതായിരിക്കും എന്നതായിരുന്നു വലിയ പ്രത്യേകത. എന്നാൽ ഇന്നിംഗ്സിൽ നങ്കൂരമിടാനും ടീമിനെ വലിയ സ്കോറിലേക്ക് കൊണ്ടുപോകാനുമുള്ള അവസരമായി അത് ലഭിക്കുകയും ചെയ്തു. വളരെ ശാന്തമായി ബാറ്റ് ചെയ്ത അദ്ദേഹം മധ്യ ഓവറുകളിൽ കുറച്ച് ഡോട്ട് ബോളുകൾ കളിക്കാൻ തയ്യാറാവുകയും ചെയ്തു. അവസാനം അദ്ദേഹം വേഗത കൂട്ടി. ഒരു ഘട്ടത്തിൽ അസാധ്യതയില്ലെന്ന് ഇന്ത്യയെ മികച്ച സ്കോറിൽ എത്തിക്കാൻ ഇത് സഹായിക്കുകയും ചെയ്തതായും ബിജുമോൻ പറയുന്നുണ്ട്. സെഞ്ചുറി തികച്ചിട്ടും ഇന്ത്യൻ ടീമിൽ ഇടമുറപ്പിക്കാനുള്ള മത്സരത്തിൽ സഞ്ജുവിന് വിശ്രമിക്കാൻ കഴിയില്ലെന്ന് ബിജുമോന് നന്നായി അറിയാം. ഇത്തരം കൂടുതൽ ഇന്നിംഗ്സുകൾക്ക് ഇത് അവന് ചവിട്ടുപടിയാകും. സഞ്ജു കരിയറിൻ്റെ ഒരു നിർണായക വഴിത്തിരിവിലാണ്. അവന് മുന്നിൽ കരിയറിലെ മികച്ച നാളുകളാണ് കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്.